നമസ്കാരം. യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഖത്തർ സമ്മാനമായി നൽകിയ ആ ആഡംബര വിമാനം ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തിരികെ വാങ്ങുന്നു എന്ന സാമൂഹ്യ മാധ്യമ പ്രചരണം കുറച്ച് ദിവസമായി ശക്തമാണ്. എന്നാൽ ഈ പ്രചരണം എത്ര കണ്ട് ശക്തമാണ് എന്ന് പരിശോധിക്കുകയാണ് വ്യോമയാന വിദഗ്ധൻ ജേക്കബ് കെ ഫിലിപ്പ്. വിമാനം ഖത്തർ തിരിച്ചെടുക്കുന്ന എന്നൊരു ആരോപണത്തിൽ കഴമ്പില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഖത്തർ പ്രധാനമന്ത്രിയായിരുന്ന ഹമദ് ബിൻ ജാസിം ബിൻ ജാബേർ അൽ താനി 8 കൊല്ലം ഉപയോഗിച്ചിരുന്ന ഒരു ആഡംബര ജെറ്റ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായി പറത്താൻ ഡൊണാൾഡ് ട്രംപിന് ഖത്തർ സമ്മാനിക്കുന്നു എന്ന കുറച്ച് പഴയ വാർത്തകളിലെ ബോയിങ് 747-8 KB വിമാനം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ എല്ലാ ദിവസവും ടെക്സസിലെ ഒരു വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുകയും അവിടെ തന്നെ ഇറങ്ങുകയും ചെയ്യുന്നുണ്ടെന്ന കാര്യം തിങ്കളാഴ്ചയാണ് ശ്രദ്ധിക്കുന്നത്. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മാറിമറിയുന്ന ശത്രുമിത്ര സമവാക്യങ്ങൾക്കിടെ സമ്മാന വിമാനം ഖത്തർ അമേരിക്കയുടെ പക്കൽ നിന്ന് തിരികെ വാങ്ങുന്നു എന്ന സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങളിൽ കഴമ്പ് ഏതുമില്ല എന്നതാണ് ഗ്രീൻവിൽ മേജേഴ്സ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുകയും അവിടെ തന്നെ ലാൻഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന വിമാനത്തിന് പിന്നാലെ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയ ആദ്യത്തെ കാര്യം. ഈ വേനലിൽ തന്നെ ട്രംപിന് സഞ്ചരിച്ചു തുടങ്ങാൻ അതിവേഗം റെഡിയാക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന ട്രയലിന്റെ ഭാഗമായിരുന്നു അടുപ്പിച്ച് 4 ദിവസമുള്ള പറന്നുയരലും 4-5 മണിക്കൂർ നീളുന്ന വട്ടമിട്ടുള്ള പറക്കലും പിന്നെ അവിടെ തന്നെയുള്ള ലാൻഡിങ്ങുകളും. വിമാനം സമ്മാനമായാണ് ഖത്തർ നൽകുന്നതെന്ന ട്രംപിന്റെ വാക്കുകളും യാഥാർത്ഥ്യവും തമ്മിൽ പതിവ് പോലെ ഏറെ അന്തരമുണ്ട്. ഇതാണ് വാസ്തവം. 2020-2023 വർഷങ്ങളിൽ ഖത്തർ പലതവണ വിൽക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട വിമാനമായിരുന്നു ഇത്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ ഗ്ലോബൽ ജെറ്റ് എന്ന കമ്പനി ഈ വിൽപ്പനാ ശ്രമങ്ങളുടെ അവസാന ഘട്ടം പോലെ കഴിഞ്ഞ കൊല്ലം വിമാനം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയിലെ തന്നെ 2 വിമാനത്താവളങ്ങളിൽ മാറി മാറി പാർക്ക് ചെയ്തിരുന്ന വിമാനം പിന്നീടാണ് അമേരിക്കൻ വ്യോമസേന പരിശോധിക്കുന്നതും വാങ്ങുന്നതും. പ്രായാധിക്യത്തിന്റെ അസ്ഥിതകൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന നിലവിലെ എയർഫോഴ്സ് 1 വിമാനങ്ങൾ മാറ്റി പുതിയത് വാങ്ങുക എന്ന ദീർഘകാല പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ ഏറ്റെടുക്കലും. പുത്തനൊരു വിമാനം വാങ്ങുന്നതുവരെ ബ്രിഡ്ജ് എയർ ഫോഴ്സ് 1 എന്ന ലേബലോടെ ഉപയോഗിക്കാൻ 14 കൊല്ലം പഴക്കമുള്ള ഈ വിമാനം വാങ്ങിയതാണോ സമ്മാനമായി കിട്ടിയതാണോ എന്ന സംശയം തീർക്കാൻ അമേരിക്കൻ വ്യോമസേന ഏറ്റെടുക്കുന്നത് വരെയുള്ള വിമാനത്തിന്റെ ചരിത്രം കൂടി പരിശോധിക്കാവുന്നതാണ്. 2012 ഏപ്രിൽ 25-ന് ഖത്തർ രാജകുടുംബം വാങ്ങിയപ്പോൾ A7HJA എന്നതായിരുന്നു രജിസ്ട്രേഷൻ. വിമാനം ശരിക്കും പറന്നു തുടങ്ങിയത് 2015 ജൂലൈ മുതലാണ്. ആ സമയത്തിനിടെ അമേരിക്കയിൽ വച്ച് തന്നെ വിമാനത്തിന്റെ ഉൾവശം മൊത്തം അഴിച്ചു പണിതു. ആഡംബര സംവിധാനങ്ങളെല്ലാം ഉൾച്ചേർത്തു. ഒടുവിൽ 2015 ജൂലൈ 14-ന് ഖത്തറിലെത്തിച്ച വിമാനത്തിന്റെ രജിസ്ട്രേഷൻ A7HBJ എന്ന് മാറ്റുകയും ചെയ്തു. 8 കൊല്ലം പറന്ന ശേഷം 2023 നവംബറിൽ വിമാനം നിലത്തിറക്കി. 2 കൊല്ലത്തിന് ശേഷം 2025 ജൂണിൽ P4HBJ എന്ന അയൽ ഓഫ് മാൻ രജിസ്ട്രേഷനോടെ ഗ്ലോബൽ ജെറ്റ് എന്ന ഒരു കമ്പനി വിമാനം ഏറ്റെടുത്തു. പക്ഷേ പറത്തിയിരുന്നതേയില്ല. പകരം ടെക്സസിലെ സാൻ അന്റോണിയോ രാജ്യാന്തര വിമാനത്താവളത്തിൽ 2025 ഓഗസ്റ്റ് വരെ പാർക്ക് ചെയ്തിട്ടു. ഓഗസ്റ്റിൽ വിമാനം അമേരിക്കയിലെ തന്നെ ഫോർട്ട് വർത്ത് വിമാനത്താവളത്തിൽ സൂക്ഷിക്കാൻ കൊണ്ടിറക്കുകയും ചെയ്തു. അമേരിക്ക ഔദ്യോഗികമായി രംഗപ്രവേശം ചെയ്യുന്നത് ഈ ഘട്ടത്തിലാണ്. അങ്ങനെ US വ്യോമസേന ഏറ്റെടുത്ത വിമാനം N747-8D എന്ന അമേരിക്കൻ രജിസ്ട്രേഷനോടെ ടെക്സസിലെ തന്നെ വാക്കോ TSTC വിമാനത്താവളത്തിലേക്ക് മാറ്റി. ഇക്കൊല്ലം ഫെബ്രുവരിയിൽ അവിടെ നിന്ന് പിന്നെയും എടുത്ത് ടെക്സസിലെ ഗ്രീൻവിൽ മേജേഴ്സ് സേന വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയി. പിന്നാലെ വിമാനത്തിന്റെ രജിസ്ട്രേഷൻ 25,300 എന്ന് മാറ്റുന്നതിന് മുമ്പ് വിമാനം വാങ്ങണോ അതോ പാട്ടത്തിനെടുക്കണോ എന്ന ചർച്ചകൾ കുറെ നടന്നിരുന്നു. ഫെബ്രുവരിയിൽ ഗ്രീൻവില്ലിൽ എത്തിച്ചതിന് ശേഷം ട്രംപ് വിമാനം പോയി നോക്കുകയും ചെയ്തു. പിന്നെയും 3 മാസത്തിന് ശേഷം 2025 മെയ് 12-നാണ് ഖത്തർ വിമാനം സൗജന്യമായി സമ്മാനിക്കുകയാണ് എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുന്നത്.